അവൾക്ക് എന്നെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമാണെങ്കിൽ പിന്നെ കാണുമ്പോ ചാടിക്കടിക്കാൻ വരുന്ന എന്തിനാ? അയ്യോ, അത് മാമിയുടെ അടുത്തുള്ള ദേഷ്യമല്ല, ഈ മാമയുടെ അടുത്തുള്ള ദേഷ്യമാണ്. ശരിയാ, അവൾക്ക് എന്നോട് ദേഷ്യം കാണും. അവളോട് പറയാതല്ലേ നമ്മുടെ കല്യാണം നടത്തിയത്, അതിന്റെ ഒരു ദേഷ്യം അവൾക്ക് കാണും. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ തീരും. നീ വേണമെങ്കിൽ മണിക്കുട്ടിനെ കണ്ട് ചീത്ത വിളി, അപ്പൊ നിന്റെ ദേഷ്യം അങ്ങ് തീരുമല്ലേ. അതങ്ങനെ അവൾക്ക് ആരും ദേഷ്യം അവൾ എന്നെയല്ലേ ചീത്ത വിളിക്കണം. എന്നെ പറ്റി ഇത്ര നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മിണ്ടല്ലേ? പിന്നല്ലാതെ മക്കള് ചെന്ന് മിണ്ട്. അങ്ങോട്ട് ചെന്ന് മിണ്ടാവും ഞാൻ ഇല്ല, ഇങ്ങോട്ട് വന്നാ മിണ്ട. അതെ, നീ ചെന്ന് അവളോട് എന്തെങ്കിലും ഒരു സ്നേഹമായിട്ട് രണ്ട് വർത്താനം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. ഞാൻ അങ്ങോട്ട് മിണ്ടാനോ? അതൊന്നും ശരിയാവത്തില്ല. മാമി, നമ്മൾ എങ്ങനെ നോക്കുകയാണെങ്കിലും പ്രശ്നം മാമന്റെ ഭാഗത്താണ്. ആണല്ലോ? അല്ലേ? എന്നാ പോയി മിണ്ടല്ലേ? മിണ്ട. എന്നാ പിന്നെ മാക്കും കൂടെ വാ. വരാം വരാം വരാം. നീ എന്നാ നടന്നു. അങ്ങോട്ടൊന്നും മിണ്ടൂല, ഇങ്ങോട്ട് വന്നാ മിണ്ട. മതിയടി, അത് മതി. നമ്മളങ്ങോട്ട് കാണാൻ സംഭവം ഏറ്റി കേട്ട. സംഭവം ഏറ്റി വാ. ചിന്നു ഇരിക്ക്, ശ്രീകുട്ടി ഇരിക്ക്. തൊണ്ട എന്തൊരു പ്രശ്നം പോലെ. ആണോ? വെള്ളം വേണോ? ഇപ്പൊ എന്തെങ്കിലും നടക്കണ, ഒന്നീ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടി. ഇന്ന് ഉച്ചക്ക് എന്താ കറി? ഉച്ചക്ക് മീൻ കറി. പച്ചക്കറി ഒന്നുമില്ലേ? ഇവിടെ ആര് പച്ചക്കറിയൊക്കെ കൂട്ടാൻ? ശ്രീകുട്ടിക്ക് പച്ചക്കറി എന്തെങ്കിലും വേണോ? അല്ല, അത് ചിന്നുവിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ശ്രീകുട്ടിക്ക് ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ചിന്നുവിന് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? ദേഷ്യം ആദ്യം തോന്നി, പക്ഷെ ഇപ്പോ പോയോ? സമാധാനായി. വിഷമായ? ചെറുതായിട്ട്. സോറി, സാരല്ല. തൊണ്ട ശരിയാവണില്ല. ആണോ? മരുന്ന് എന്തെങ്കിലും വേണോ? ഉണ്ടോ കയ്യില്? എന്റെയിലും ഉണ്ട്. ഇതെന്താ എല്ലാവരും കൂടെ? എല്ലാരും കൂടെ താമസിക്കുന്ന വീടല്ലേ, അതുകൊണ്ട് എല്ലാരും കൂടെ വരാൻ വിചാരിച്ചു. എല്ലാരും കൂടെ ചേർന്ന് നടന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞലിയ, അതായത് ഈ ചിന്നുവിന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളോടൊന്നും ഒരു ദേഷ്യമില്ല. അവളെന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒരു കഥയില്ലാത്ത കൊച്ചാ. കഥയില്ലാത്ത കൊച്ചു? ആര് പറഞ്ഞു എനിക്ക് കഥയില്ലെന്ന്? അല്ല, ഈ കഥയില്ലാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലടി, നിന്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. സത്യം ചോദിച്ചില്ല. കഥയില്ലാത്തല്ലേ? അണ്ണ മിണ്ടല്ലേ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട്. ശ്രീകുട്ടി വാ, നമുക്ക് അപ്പുറത്തെ കഥയില്ലല്ലേ? അണ്ണാച്ചിരിക്കണ്ട, അണ്ണന്റെ കാര്യത്തിൽ തീരുമാനമായി. അല്ല, നിന്റെ കാര്യത്തിലും തീരുമാനമായി. എന്റെ കാര്യത്തിൽ പണ്ട തീരുമാനമാണ്, പക്ഷെ ഇപ്പൊ തീരുമാനമായത് അണ്ണനാണ്. എനിക്ക് എന്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം അവർക്ക് രണ്ടുപേർക്കും ഇല്ല, ഉറപ്പാ. പക്ഷെ അവർ രണ്ടുപേരും കൂടെ എടുക്കും. ആര്? ഗോപിയാസനോ? ഞാനോ? ഒരിക്കലും ഇല്ല. അല്ലയോ മാമ? മാമ ഒരിക്കലും ഇല്ലേ? ഉണ്ട്. കാണുമോ? ഏയ്, ഒന്നും കാണത്തില്ല.